വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിലെ സ്ത്രീ സമൂഹം സന്തോഷിക്കുന്ന വാർത്ത. സ്ത്രീ സമൂഹത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ബഹുമാനം നൽകുന്ന ആണുങ്ങളും സന്തോഷിക്കുന്ന ഒരു വാർത്ത. അതെ, വനിതാ കമ്മീഷന്റെ തലപ്പത്ത് നിന്ന് MC ജോസഫൈൻ പടിയിറങ്ങിപ്പോകുന്നു. അതായത് രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയ പൊങ്കാല തന്നെയായിരുന്നു MC ജോസഫൈനെതിരെ ഉണ്ടായിരുന്നത്. അതായത് ജോസഫൈൻ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ വല്ലാത്തൊരു അഹങ്കാരം കാണിക്കുന്നു. ഇരകളോട് ഒരു സൗമ്യത കാണിക്കുന്നില്ല. അതായത് നല്ല രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇരകളെയും പ്രതികളായി തന്നെ കാണുന്ന ഒരു മനോഭാവമായിരുന്നു MC ജോസഫൈൻ ഉണ്ടായിരുന്നത്. പരാതി പറഞ്ഞു പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വില നൽകുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളോടൊക്കെ പുച്ഛമാണ്. തന്റേത് മാത്രമാണ് ശരി എന്ന ധാരണയിൽ മുന്നോട്ട് പോയിരുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ MC ജോസഫൈൻ രാജിവെക്കുന്നു എന്നുള്ള വാർത്ത കേരളക്കര സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുകയാണ്. അതായത് ഒരുപാടിടങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. എത്രയോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതുമാണ്. എത്രയോ വീടുകളിൽ സ്ത്രീകൾ വല്ലാത്ത രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. അമ്മായിയമ്മയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭർത്താവിന്റെ അച്ഛനിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന്, അങ്ങനെ തുടങ്ങുന്ന നിരവധി പീഡന കഥകൾ അതൊരു കൊലപാതകമായി മാറി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയായി മാറി കേരള സമൂഹത്തിനിടയിലേക്ക് മണിക്കൂറുകൾ വെച്ച് കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കേണ്ട വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഇടപെടുന്ന രീതിയാവട്ടെ അതീവ ഖേദകരം എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം അതിന്റെ യഥാർത്ഥ പച്ചയായ മുഖം നമ്മൾ കണ്ടതുമാണ്. അതായത് സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളിലൊക്കെ ഒരു പക്ഷപാത രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള, അതായത് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന MC ജോസഫൈനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ രാജിവെച്ചു പോയ ഒഴിവിലേക്ക് ശൈലജ ടീച്ചർ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ശൈലജ ടീച്ചർ MLA ആയിരിക്കവേ അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. അങ്ങനെ ശൈലജ ടീച്ചർ വരണം എന്നുള്ളത് തന്നെയാണ് CPMന്റെ സൈബർ പോരാളികൾ അടക്കം പറയുന്നത്. അതായത് ഇടതുപക്ഷം തന്നെ MC ജോസഫൈനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ പോരായ്മയായി ജോസഫൈനെ കാണുകയും ജോസഫൈൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് കാണിച്ച് മുന്നോട്ട് വരികയും ചെയ്യുകയും ചെയ്തത് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ തന്നെയാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ ആവട്ടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഇടതുപക്ഷം ആ വിഷയങ്ങളെ മെയിൻറ്റ് ചെയ്തുമില്ല. അതായത് പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ ജോസഫൈൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇടതുപക്ഷം അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത് അംഗീകരിച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും തീരുമാനം ഒന്ന് തന്നെയായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഒഴിവിലേക്ക് അല്ലെങ്കിൽ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറിനെ പോലെ എല്ലാ രീതിയിലും തന്റെ ഇടവും ആർജവമുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം ആ പദവിക്ക് കേട്ട ചീത്ത പേര് ഇല്ലാതാകും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തകളിൽ ഒന്ന് തന്നെയാണ് MC ജോസഫൈന്റെ രാജി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.